ചന്ദ്രേട്ടൻ ഇപ്പൊ മഴക്കാരന മുങ്ങി കിടക്ക വയ്യാത്ത കൊണ്ട് അങ്ങനെ അത് കണക്കാക്കണ്ടോ. വയ്യാണ്ട് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ വരാണ്ടാവുന്ന വ്യത്യാസം. അതാ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് തീർക്കാണോ പരമാവധി. വന്നിലേക്ക് വേണ്ട പോട്ടെ എന്ന് വിചാരിച്ചതല്ലാണ്ട് നമ്മളൊന്ന്. കാരണം എന്ന് വെച്ചാല് ഈ ധർമ്മദീപ ആരാധന, ക്ഷേത്രാരാധന എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒന്ന് സഹകരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കലാണ്. അല്ലാണ്ട് വെറുതെ ഒരു ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ എല്ലാവരും അന്വേഷിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുക, എല്ലാവരും ഒന്നാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് പല സ്ഥലത്തും ധർമ്മദീപ സ്ഥലം ഒരു തമ്മിത്തല്ലി രണ്ടാവുന്ന അവസ്ഥ, ഛിന്ന ഭിന്നാവുന്ന അവസ്ഥ പല ദിക്കിലും വരുന്നുണ്ട്. അത് വരാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു കൂടുക, ഒരു സംഗീതത്തിലൊരു സന്തോഷത്തോടുകൂടി ആസ്വദിക്കുക. അതാണ് ഉത്സൂയത്തെ ഹർഷതേന ഉത്സവം. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇവിടെ ദുഃഖിക്കുക എന്നുള്ളതാവും. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ സോറി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. വേറെ ആൾക്കാരല്ലോ, കുടുംബക്കാരല്ല. അതിൽ അഭിമാനക്കുറവൊന്നും നോക്കണ്ട, പ്രസ്റ്റീജ് എന്ന് പറയും ആവട്ടെ. പിന്നെ ദൈവൈർവാധർമ്മദൈവൈഹി, നമുക്ക് ഇതിൻ്റെ പരിസരമായിട്ടുള്ള ശിവനും തൊടൂർ നരസിംഹസ്വാമിക്കും ആനോർലിയും ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും കുടമാണിക്കും സ്വാമിക്കും ചെറുപ്പൂരി അവിട്ടത്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൂടി സുബ്രഹ്മണ്യ സ്വാമി കൊല്ലട്ടില്ല. ഇത് വേണം. അവിട്ടത്തൂർ ശിവനും ഗണപതി. കാരണം അത് ദേശ ചേർപ്പൂർ എല്ലാ വീട്ടിലും ഒരു 101 രൂപ സമർപ്പണം വേണം. ശിവൻ കടശ്ശേരി പോയി എല്ലാ രീതിയിലും വിളക്കുമാല പായസം, മറ്റേ ശിവനുള്ള ധാരയും സുബ്രഹ്മണ്യന് പാലഭിഷേകം പാൽപ്പായസമൊക്കെ വേണം. ഇല്ല ഇവര് നീ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് തന്നെയാണോ? എവിടെ അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഓർമ്മയില്ല. ഇന്ന് ഞാൻ വേറെ എവിടെയോ എന്നൊരു ധാരണയാണ്. അപ്പോ പിന്നെ രാത്രി ഗിരി വിളിച്ചിരുന്നു. അപ്പോഴാണ് ശരി. അപ്പോ വെളുപ്പിന് വന്നു, കുറച്ചേരം കടന്നു, പിന്നെ ജമ്മു കാര്യങ്ങളും. അപ്പോ ശരിക്കും വന്നാൽ ആ ഒരു ബന്ധം അതാണല്ലോ. അപ്പോൾ ഈ പോർക്കലി മൃദംഗശൈലേശ്വരി അഥവാ പഴശ്ശിരാജാവിൻ്റെ ആളായിരുന്നു നിങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ധനുരാശിയല്ലേ. ധന്വീതു രാജസന്നിധി നിവാചുര രാജസന്നിധി, രാജാവിൻ്റെ പടയാളികളായിരുന്നു ഒരു കാലത്ത് എന്നാ പറഞ്ഞത്. വിചാരിച്ച ആയുധം എടുക്കരുത്, പണ്ട് പടയാളികളായിരുന്നു വിചാരിച്ചിട്ട് ആയുധം എടുക്കാതെ പുറപ്പെടണ്ട. അപ്പൊ അങ്ങനെ, കാരണം ധനുരാശിക്ക് ധന്വീതു രാജസന്നിധി. അപ്പൊ നിമിത്തം കൂടി അവിടുന്ന് തന്നെ വരാനിട വരിക അല്ലേ. അങ്ങനെ വന്നതുകൊണ്ട് മൃദംഗശൈലേശ്വരി ശ്രീപോർക്കലി എന്നുള്ളത് വളരെ കേരള ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമുള്ളൊരു പഴശ്ശിരാജാവിൻ്റെ കുലദേവതയാണ്. കണ്ണൂർ എന്നുള്ളതും, കണ്ണൂർ കുറച്ചുകൂടി ഇരട്ടി കുറട്ടിയല്ല ഇരട്ടി ആ ഭാഗത്ത് കൊട്ടിയൂരില്ലേ, കൊട്ടിയൂർ പോയിട്ടില്ലേ? ആ കൊട്ടിയൂർ പോകുന്ന ആ വഴി തന്നെയാണ് ഈ വീട്ടുപേരില്ലേ കണ്ണൂർ കോഴിക്കോട് ആ ഭാഗത്തൊരു അമ്പലമുണ്ട്, കുണ്ടിൽ
അതായത് കൊട്ടിയൂർ നമ്മ വരുമ്പോ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. കൊട്ടിയൂര് പോയിട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് ഈ പോസ്റ്റർ ഉണ്ട്. അല്ല ഇതിൽ വീട്ടുകാര് തറവാട്ടുകാരുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ആയിക്കൊള്ളണമെന്നില്ല. ഒരുപാട് വീട്ടുകാർ ഒരേ പേരിലുണ്ടാവും. പാലക്കുന്ന് തൃശ്ശൂർ പൂരം പോലെയാ വെടിക്കെട്ടൊക്കെ കേമ എനിക്കറിയാം. മൂവാക്കുഴി ചാമുണ്ടി തെയ്യൊക്കെ അല്ലേ, കളിയാട്ടം. തുള്ളലുണ്ട്, തെയ്യത്തിന്റെ കൂടെ തുള്ളലൊക്കെ ഉണ്ടാവും. അവിടെ തീയന്മാരെന്നാ പറയാം അല്ലേ. ഞാനേ ഒന്ന് നോക്കട്ടെ. ഈ മൃദംഗ ശൈലേശ്വരി എന്നുള്ള ആ ഒരു സങ്കേതം അല്ലെങ്കിൽ മോർക്കലിയുടെ അപ്പൊ എന്താ വെച്ചാൽ ദുർഗയും ഭുവനേശ്വരിയും രണ്ടിനും പ്രാധാന്യം വരുന്ന സ്ഥലമാണ്. മോർക്കലി എന്നുള്ളത് കാളി സ്വഭാവമാണ്, മൃദംഗ ശൈലേശ്വരി എന്നുള്ളത് ദുർഗാ സ്വഭാവമാണ്. എന്നാൽ ദുർഗാ സ്വഭാവമാണെങ്കിലും മറ്റുണ്ട് കഠിനസ്ഥാണല്ലോ. ആ ഒരു ബന്ധമാണോ ഇങ്ങനെ ഒരു നിമിത്തം എത്തിച്ചത്? അങ്ങനെയാണെങ്കിൽ എപ്പോഴെപ്പോഴും പോകണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോവാം. ഒരാൾക്കാരില്ല, വേണമെങ്കിൽ ഒരു ബസ് ആൾക്കാർ പോവാലോ, പറ്റുകയാണെങ്കിൽ പോവാം. അതാത് ആൾക്കാർ ചിലവരെടുത്താൽ മതി, അല്ലാണ്ട് ഒരാൾ ചിലവാക്കിയിട്ടൊന്നും കൊണ്ടാ. കൊട്ടിയൂർ സീസണൊക്കെ ഇപ്പൊ ആവാറായില്ലേ, ഇടമാസത്തില് കൊട്ടിയൂർ ഉത്സവമായി. അപ്പൊ അതോടനുബന്ധിച്ച് അങ്ങനെ ആവാം. എന്തായാലും അതാണോ നോക്കട്ടെ. ആ മൂലമായ ഒരു സംഗീതം അതെന്ന് വെച്ചാൽ ആ സംഗീതം ആ മൃദംഗശൈലേശ്വരി അതുമായി ബന്ധപ്പെട്ട ശ്രീവർക്കലിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശത്തു നിന്നാണ്. അതാണ് ഒരു മൂലസംഗീതമെങ്കിൽ ആര് പറഞ്ഞാൽ ചന്ദ്രൻ തന്നെ, കർമ്മദീപകാരകനായിട്ടുള്ള ചന്ദ്രൻ 3-8-12 അനിഷ്ടരാശി ഒഴിച്ച് അനുകൂലിച്ച് വരാണെങ്കിൽ അതാണ് നമ്മുടെ ഒരു മൂലസംഗീതം. അല്ലെങ്കിലോ അതൊന്നുമല്ല. അതല്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഇപ്പൊ അന്വേഷിക്കേണ്ട. കാരണം ഇത് അഷ്ടമകർമ്മത്തും വെച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ചെറുതായിട്ട് ഞാൻ തന്നെ എന്നല്ലേ പറയണേ. 9 ഉപാസനാ സ്ഥാനത്താ. എന്നെ ഉപാസിച്ചോളോ. തപോഭാവകേശം ജനസ്ഥ പ്രജാസ്തദ്വിജാവൻ ദിനസ്ഥം സ്തുവന്തി. ഇതിലപ്പുറം നല്ല ഒരാശ. ലഗ്നത്തിൽ വ്യാഴം, 9 ചന്ദ്രൻ, 5-ാം ഭാവതിയായിട്ട് 9, 4-ാം ഭാവതി 11, എല്ലാം കൊണ്ട് ചാക്യാർ പറഞ്ഞ പോലെ. അതുകൊണ്ട് നോക്കിയാലും നോക്കിയാലും അല്ലേ, അതെ, എല്ലാം കൊണ്ട് അത് തന്നെയാണ്. ഓർക്കലിയെ നിങ്ങൾക്കൊരു ബന്ധമുണ്ട് കേട്ടോ. ആ പ്രദേശം ആ രാജാവിൻ്റെ ഒക്കെ ഒരു ബന്ധത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ. പിന്നെ കടത്തനാട് പ്രദേശം ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അതായിരിക്കും മറ്റേത് വന്നത് അല്ലേ. അതൊക്കെ വടകരയാണല്ലോ കടത്തനാട്ട്. ഭഗവതി വരുന്നുണ്ട്, അടുത്തേക്ക് വരുന്നുണ്ട്, മൃദംഗശൈലേശ്വരി വരുന്നുണ്ട്. പക്ഷെ അവിടെ കിടക്ക് വാലാപായസം വാക്കാനിക്കും ഒക്കെ അവിടെ ഒന്ന് പറ്റാവുന്ന അത്ര ആൾക്കാരെ എല്ലാ